നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2024-ൽ നമ്മൾ കണ്ടതിനേക്കാൾ മാരകമായ, അതിനേക്കാൾ സ്ഫോടനാത്മകമായ ഒരു ഇന്ത്യൻ ടീമാണ് ഇപ്പോൾ T20 ലോകകപ്പിന് ഒരുങ്ങുന്നത്. ലോകകപ്പിൽ ഇത്തവണത്തെ കിരീട ഫേവറിറ്റുകളെ എടുത്താൽ അക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുണ്ടാവുക ഇന്ത്യയായിരിക്കും. ഈ ലോക കിരീടം മോഹിക്കുന്ന എല്ലാവരുടെയും പേടിസ്വപ്നവും സൂര്യകുമാർ യാദവും സംഘവും തന്നെയാണ്. കാരണം ഗൗതം ഗംഭീർ കോച്ചും സൂര്യ ക്യാപ്റ്റനുമായതിനു ശേഷം അത്രയും മാരക ഫോമിലാണ് ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2024-ലെ T20 ലോകകപ്പ് നേട്ടത്തിന് ശേഷം കളിച്ചിട്ടുള്ള ഒരു T20 പരമ്പരയിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ലെന്നത് അവിശ്വസനീയ റെക്കോർഡ് തന്നെയാണ്. ഏറ്റവും അവസാനമായി ന്യൂസിലാൻഡുമായുള്ള 5 മത്സരങ്ങളുടെ പരമ്പര 4-1 വരെയാണ് ഇന്ത്യ കൈക്കലാക്കിയത്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീട ഫേവറിറ്റുകളാക്കി മാറ്റുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീട ഫേവറിറ്റുകളാക്കി മാറ്റുന്ന ആദ്യത്തെ ഘടകം സ്ഫോടനാത്മക ബാറ്റിംഗ് ലൈനപ്പാണ്. അപകടകാരികളായ ബാറ്റർമാരുടെ വലിയൊരു നിര തന്നെ ഇന്ത്യയ്ക്കുണ്ടെന്ന് പറയാം. 2024-ലെ കഴിഞ്ഞ ലോകകപ്പിനേക്കാൾ മികച്ച ബാറ്റിംഗ് നിരയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കുള്ളത്. മുൻ നായകൻ രോഹിത് ശർമ്മ തുടങ്ങിവെച്ച അറ്റാക്കിംഗ് ശൈലി തന്നെയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്തുടരുന്നത്. വിക്കറ്റുകൾ വീണാലും ഇതേ ശൈലിയിൽ തന്നെ കളിച്ച് എതിരാളികളെ പ്രതിരോധത്തിലാക്കുകയെന്നതാണ് ഇന്ത്യയുടെ രീതി. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി താരങ്ങൾ ഇന്ത്യൻ നിരയിലുണ്ട്. ഓപ്പണറും ലോക 1-ാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ഈ ഫോർമാറ്റിലെ ഗെയിം ചേഞ്ചർ തന്നെയാണ്. ഇതിനകം കളിച്ചിട്ടുള്ള 37 T20കളിൽ 194.74 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. നായകൻ സൂര്യയും ഇപ്പോൾ പഴയ ഫോം വീണ്ടെടുത്തു കഴിഞ്ഞു. ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ ഏറ്റവുമധികം ബുദ്ധിമുട്ടുള്ള താരമാണ് അദ്ദേഹം. ഇപ്പോൾ ടീമിലേക്കു 2ാം വരവ് നടത്തിയ ഇഷാൻ കിഷനും തകർപ്പൻ ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 പേർ മാത്രമല്ല, സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, വമ്പനടിക്കാരനായ ശിവം ദുബെ, സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗ് തുടങ്ങിയവരെല്ലാം ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ളവരാണ്. ഇന്ത്യയെ കിരീട സാധ്യതയിൽ മുന്നിലെത്തിക്കുന്ന രണ്ടാമത്തെ കാരണം ലോകോത്തര ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യമാണ്. മാച്ച് വിന്നർമാരായ നിരവധി ഓൾറൗണ്ടർമാരാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം. ബാറ്റും ബോളും കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന താരങ്ങൾ നിലവിലെ സംഘത്തിലുണ്ട്. ഇവരിൽ എടുത്തു പറയേണ്ട 2 പേരാണ് ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും. ലോകത്തിലെ ഏതു ടീമും ആഗ്രഹിക്കുന്ന 2 അസാധാരണ താരങ്ങളാണ് ഇരുവരും. ഇവരുടെ സാന്നിധ്യം ടീമിന് വലിയ ബാലൻസാണ് നൽകുന്നത്. ഹാർദിക്കും അക്ഷറുമുള്ളതിനാൽ ഒരു അധിക ബാറ്ററെയോ ബൌളറെയോ അധികമായി ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയും വരില്ല. ഇന്ത്യയുടെ മറ്റൊരു പ്രധാന കരുത്ത് ഗെയിം ചേഞ്ചർമാരായ ബൌളർമാരുടെ സാന്നിധ്യമാണ്. ഏതു വലിയ ടൂർണമെന്റുകളും ജയിക്കണമെങ്കിൽ മികച്ചൊരു ബൌളിംഗ് ലൈനപ്പ് കൂടി ആവശ്യമാണ്. ഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന് അതുമുണ്ടെന്ന് തന്നെ പറയാം. ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജസ്പ്രീത് ബുംറയാണ് ടീമിന്റെ പേസാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇടംകയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് ആവട്ടെ ലോകോത്തര ബൌളറുടെ നിലയിലേക്ക് അതിവേഗം വളരുകയാണ്. സ്പിൻ വിഭാഗത്തിലാവട്ടെ നിലവിലെ നമ്പർ 1 ബൌളറായ വരുൺ ചക്രവർത്തിയാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൂട്ടിന് മറ്റൊരു സൂപ്പർ സ്പിന്നറായ കുൽദീപ് യാദവുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാറ്റിംഗിലും ബൌളിംഗിലും ഓൾറൗണ്ട് പ്രകടനത്തിലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ഈ ഇന്ത്യൻ ടീമിനെ തളയ്ക്കുക എന്നത് ഏതൊരു ലോകോത്തര ടീമിനും ബാലികേറാമല തന്നെയായിരിക്കും. 2024-ൽ നമ്മൾ തുടങ്ങിവെച്ച ആ വിജയഗാഥ സൂര്യയുടെ കീഴിൽ ഈ സംഘം ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇത്തവണത്തെ ലോകകപ്പിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ട് ആരായിരിക്കും? അത് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടാണോ, അതോ ബുംറയുടെ മാന്ത്രിക ബൌളിംഗ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്രിക്കറ്റ് വിശേഷവുമായി വീണ്ടും കാണാം.